എടി അന്നെ ആ മുരിങ്ങക്കറി ശ്രീരാമൻ കൊടുത്തേ. തമിഴ് സിനിമയൊന്നും കാണാറില്ലേ? മുരിങ്ങക്കറി ഇഷ്ടം പോലെ കഴിക്കുക, അതോടൊപ്പം തന്നെ ഉള്ളി കഴിക്കുക. മുരിങ്ങക്കായും ഉള്ളിയും കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആന്റി ഇപ്പൊ പറയുന്നു. വേണ്ട, അത് അവരുടെ അപ്പാപ്പൻ പറഞ്ഞതായിരിക്കും. പുള്ളിക്കാരനെ ഹൈ ക്ലാസ് ഒരു ശാപ്പാട്ടുരാമനായിരുന്നു. തീറ്റ മത്സരത്തിൽ ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അപ്പാപ്പനെ ഒരു 100-150 വർഷങ്ങൾക്ക് അതല്ലട മോനെ, പപ്പ ഇതിൽ പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ആ അങ്ങനെ ഈ അപ്പാപ്പൻ പെട്ടെന്ന് മരിച്ചു. എന്താ ചെയ്യാ, പാവല്ലിടി എന്നെ. കഴിക്ക്. അല്ല, ഈ മുരിങ്ങയ്ക്കും ഉള്ളിക്കും എന്താ ഇത്ര പ്രത്യേകത? അതിനിടയ്ക്ക് അങ്ങ് ഉറങ്ങിയോ? ഇച്ചായം വല്ലതും കണ്ടോ? ശ്രീരാമനെ ഇന്ദുവിനെ ശ്രദ്ധിച്ചോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല എന്റെ ചങ്ങാതി. അതെങ്ങനാ? അതിനൊക്കെ എവിടുന്നാ സമയം? ചുമ്മാ കള്ള കഥയും പറഞ്ഞുകൊണ്ടിരിപ്പല്ലേ ജോലി. എന്താന്ന് വെച്ച പറ. അവരത്ര സ്വരത്തിലല്ല. ഏത് സ്വരം? തമാശകളാ. ഇന്ന് വൈകുന്നേരം മുതൽ മുഖവും വീർപ്പിച്ചോണ്ടായിരുന്നു അതിന്റെ നടപ്പ്. അതിന്റെ മുഖം സാമാന്യം വീർത്തതാ, നീ വെറുതെ തെറ്റിദ്ധരിക്കുക. അതല്ല, 2-3 പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇനി ശ്രദ്ധിക്കണ്ട, കിടന്നോ. ഇത് വലിയൊരു ശല്യായില്ലോ. മുമ്പ് തന്നെ നിന്റെ ഈ പരദൂഷണം കൊണ്ട് കുഴിച്ചിട്ട് ഒരു ചുവന്ന ബെനിറ്റ് വന്നിട്ട് അവരുടെ മുഖം കൊണ്ടോ ഇവരുടെ മുഖം കൊണ്ടോ മറ്റവരുടെ മുഖം കൊണ്ടോ നിനക്ക് വല്ല പ്രാന്തുണ്ടാ? മനുഷ്യൻ ഉറങ്ങേണ്ട നേരത്ത് മറ്റു ഇതൊന്ന് പിടിച്ചേ, പപ്പ ഇതൊന്ന് കെട്ടട്ടെ. ഇതൊന്നും പപ്പയ്ക്കൊരു പ്രശ്നമല്ല. ഇച്ചായം വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇതുമ്പോ വന്നോളാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ മാലാകേനെയോ വിചാരിക്കാം. അങ്ങനെ തന്നെ സൂക്ഷിച്ചാ ഇത്ര നിസ്സാരായിട്ടുള്ള കാര്യം വേറെ ഇല്ല. പണ്ട് പപ്പ ഇതുമേലല്ലേ പള്ളിയിലേക്കൊക്കെ പോയിട്ടുള്ളത്. പറഞ്ഞിട്ട് വണ്ടി വിട്ടാ മതി കേട്ടോ. റെഡി. എന്റെ അമ്മേ, എന്റെ കയ്യിൽ പോയില്ലേ? വണ്ടി നിർത്താൻ കുഴിക്ക് പോണു. ഈ അന്നെ വണ്ടി നിർത്താൻ പറയാനോ? പോണു വണ്ടി നിർത്താൻ. ഉക്കുറു നിർത്താൻ പറഞ്ഞില്ലേ? വണ്ടിക്ക് സ്പീഡ് കൂട്ടി നിന്റെ നിന്റെ അപ്പ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? അയ്യോ, രക്ഷപ്പെട്ടു. പോണു ഇങ്ങനെ പോടാ. അയ്യോ, ഇതൊന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ മതിയായിരുന്നു കർത്താവേ. നമ്മളെ കൊഞ്ചടം കൊടുക്കേ. ഒരു മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരണേ. എന്റെ പോലീസ് പിടിക്കണ തന്നെ. ഞാനിവിടെ മരണവരാക്കം നിർത്തുന്ന. എന്നെ സഹായിക്കാൻ ആരുമില്ലേ? എന്റെ പോയില്ല എന്റെ കയ്യിൽ നിന്ന്. വരുന്നൊരു ലോറി. എന്റെ അമ്മേ, ഞാൻ ചത്തിട്ട് വേണം നിനക്ക് മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ. സ്വന്തം ഭർത്താവ് മരിക്കാൻ പോകുമ്പോ കൈയടിച്ചിരിക്കുന്ന ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണുക. വണ്ടിക്ക് സ്പീഡ് വിട്ടു. എന്തിനാ? എന്റെ ശവം പള്ളി കൊണ്ട് കൂച്ചനാ. ഇത്രയും മനസ്സ് വിഷമിച്ച ദിവസം എന്റെ ലൈഫിലുണ്ടായിട്ടില്ല. ഇത് ഞാൻ വെറുതെ വിടില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തെ? കൊടിയേറ്റിയ തറവാട്ടുകാരല്ലേ? വെറും കൊളുവനല്ല, വാത്താലശ്ശേരി കൊളുവൻ.
മൂത്ത ജ്യേഷ്ഠൻ അമേരിക്കയിൽ നിന്ന് ഇച്ചായനെ കൊണ്ടുപോവാ എന്തിനാ ന്യൂജേഴ്സിൽ ഇട്ടിട്ട് എന്നെ തട്ടാനാ? ഇത് ഞാൻ വെറുതെ വിടില്ല. ലോസ് ആഞ്ചൽസ്, ടെക്സാസ്, ന്യൂയോർക്ക്, ഡിസ്നി പാർക്ക്, അവന്റെ അമ്മയുടെ എന്റെ അമ്മേ, ഇത്രയും വേദനിച്ച ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ എല്ലാം കയ്യാക്കും ഞാൻ. ആവശ്യമായിട്ടല്ല നീ വേളാങ്കണ്ണി പോണം. എന്തിനാ? ആ പാവ മാധവൻ അവിടെ ഓടിക്കാനോ? എന്റെ കാറിൽ എന്റെ കൂടെ വന്ന് ഇടപ്പള്ളി പുണ്യാളിൽ മെഴുകി എത്തിച്ചത് എന്നെ കൊല്ലാനാടി. ഇത്രയും മനസ്സൊരുമിച്ചിട്ട് ദിവസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ ഒന്നും വിടില്ല. പൗലോസേ, ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലെന്ന് കരുതിയോ? കുറെ നേരം ആയില്ല കിടന്ന് വീശാൻ തുടങ്ങിയിട്ട്. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വിഷമിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ലത്രേ. സത്യമായിട്ടടി? എന്തിനാണോ മനുഷ്യ ഈ കള്ളത്തിലും കൊണ്ട് കിടക്കുന്നേ? കുടിക്കണോന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാ പോരെ. ഇപ്പൊ കിടന്ന് വിളിച്ചു മൂവിയല്ലോ. ഞാൻ വെറും കൊളുവനല്ലെന്ന്. അല്ല, ഞാൻ വെറും കൊളുവനല്ല. വാപ്പാലശ്ശേരി കൊളുവൻ ഗർവാസീസിന്റെ മകൾ അന്ന. മനസ്സിലായോ? ഏതായാലും കള്ളി വെളിച്ചത്തായി വരുന്നത് വരട്ടെ. പ്രായമായിട്ടും പിള്ളേരെ പോലും ഇങ്ങനെ ചാടി ചാടി നടക്കാൻ. പ്രായമായിട്ടുള്ള നിന്റെ തന്തക്കിട്ട. അല്ല, ഇതെന്താണെങ്കിലും എല്ലാരും തൂവുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട്. ശ്രീരാമ, ഇന്ന് ഉക്രൂന്റെ ബർത്ത്ഡേ എന്താ മോനെ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജെന്റിൽമാൻ. താങ്ക് യു എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി. ഞങ്ങള് പള്ളി പോയിട്ട് വീണ് വരാം. എവിടേക്കും പോയി കളയരുത്. വന്നിട്ട് നമുക്കൊന്ന് കൂടണം. വാ വാ വാ. Happy birthday to you. Happy birthday to you. Happy birthday dear. Happy birthday to you. ഇയാൾക്ക് കഴിക്ക്. വേണ്ട കഴിക്ക് ടീച്ചറെ. വേണ്ട ചേട്ടാ. കഴിക്കേ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, കോളേജില്? അല്ല, കോളേജിലെ പഠിക്ക താമസിക്കുന്ന കാലത്ത്, അന്ന് അപ്പം കോളേജിലായിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റില്? പിയോൺ. എന്താ? പിയൂൺ. പിയൂൺ. അത് ഉറക്ക പറഞ്ഞൂടെ? അന്ന് അപ്പം പറയായിരുന്നു, മോനെ നീ എത്ര വലിയവനായാലും മദ്യത്തിന് അടിമപ്പെടരുതെന്ന്. അത് ഞാൻ ഓർത്തുപോയി. എന്തിനാ അയാളെ നിർബന്ധിക്കുന്നേ? ഒരാള് വേണ്ട വേണ്ട എന്ന് പറയുമ്പോ. അത് ശരിയാ, വേണ്ടെങ്കി വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുന്നംകുളം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് എന്റെ അപ്പനൊരു പോലക്കച്ചവടം ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പൊ കോളേജിൽ നിന്ന് ഞാൻ കുറച്ചു നേരം കടയിൽ വന്നിരിക്കും. ഈ കടയിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം, കടയിൽ നിന്ന് കുറച്ച് കാശൊക്കെ വലിച്ച് നേരെ തൃശ്ശൂര് പോയി ഫസ്റ്റ് ഷോ കണ്ടു, സെക്കൻഡ് ഷോ കണ്ടു, പിന്നെ അവിടെ ഇങ്ങനെ കറങ്ങി പിടിച്ച് മറ്റേ. ചേട്ടൻ എനിക്ക് ഓഫർ ചെയ്തില്ലേ, ഞാനത് റിഫ്യൂസ് ചെയ്തു. ഇതെനിക്ക് മാനസികമായിട്ട് വല്ലാതെ വിഷമമുണ്ടാക്കും. എനിക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമില്ല. ഇല്ല ഇല്ല പറഞ്ഞില്ലേ? സീസറെ, സീസറായിട്ടൊരു തീരുമാനത്തിൽ മാറ്റണ്ട. അതല്ല, എനിക്ക് മനസ്സമാധാനം കിട്ടണം. ഇതുകൊണ്ട് ബോളൻ സാഹിബ് പറഞ്ഞ കാര്യ. ഏത് സാഹിബ്? ഏത് സാഹിബ്? ബോളൻ സാഹിബ്. അയാൾ എന്താ പറഞ്ഞേ? അയാൾ എന്താ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞുതരാം. ആ ഗ്ലാസ് ഉണ്ടെന്നേ. വേണ്ട ഗ്ലാസ് വേണ്ട കേട്ടാ. ഞാൻ ഉപയോഗിച്ച ഗ്ലാസ് ഞാൻ തന്നെ ഉപയോഗിച്ചോളാം. ആ, അങ്ങനെ അന്ന് കുന്നംകുളത്ത് ഒരു 6 or 7 കാറുണ്ട്. എന്റെ അപ്പന് ഒരു സീസറെ ഇങ്ങോട്ട് തിരിഞ്ഞു കുടിക്കി. വേണ്ട കേട്ടോ, ഇദ്ദേഹം ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഒരു എന്തൊരു പാവയാളല്ലേ. ആ, ഒരു പോണ്ടിയാക്ക് കാറുണ്ട്. ആ കാറില് ഞാനും എന്റെ കൂട്ടാളികളൊക്കെ കൂടി അത്താഴമൊക്കെ കഴിഞ്ഞ് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പിടിച്ച്. ചേട്ടാ, ഇവിടെ 14 വീടുണ്ട്. എത്രയോ പേര് ഇവിടെ വന്ന് താമസമുണ്ട്. പക്ഷെ ചേട്ടൻ എന്റെ കൺകണ്ട ദൈവമാണ്. അതൊരു തമിഴ് പടത്തിന്റെ പേരല്ലടോ. അതെ, ആ പേര് ഞാൻ ചേട്ടന് നൽകിയിരിക്കുന്നു. അതെന്തിനാ ഇപ്പൊ എനിക്കിട്ടെ? വേണം 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 വേണമെന്നാ പറയണേ. ചേട്ടാ, പറഞ്ഞോ ഇന്റർഫെയർ ചെയ്ത്. ഇത് സെക്കൻഡ് വാണിംഗാ. ഫസ്റ്റ് വാണിംഗ് ഞാൻ തന്നിട്ടില്ല. വായിൽ ഉയരും വണ്ണും നിറും ഒരു ചുവപ്പ് കുന്തട്ടെന്ന് വെച്ചിട്ട് വലിയ ആളാവും. വീട്ടിൽ പോ. വെയിറ്റ് മാൻ, വീട്ടിൽ പോ. വെയിറ്റ് ജെന്റിൽമാൻ. പറയേണ്ട കാര്യം പറയട്ടെ. വല്ല കാര്യമുണ്ടോ ഇയാളെ കുടിപ്പിച്ചിട്ട്? വന്ന് ഭക്ഷണം കഴിക്ക്. എന്റെ പൊന്നും പെങ്ങളെ, ഒരു 5 മിനിറ്റ് വെറുതെ ഇരി. ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കട്ടെ. നീ പോയി. ഈ ബംഗ്ലാവിന്റെ മുതലാളിയുടെ ഭാര്യയുടെ പേര് റോസി എന്നാ.
അവളെ ഊട്ടി റോസി എന്നാ വിളിക്കുന്നത്. അവളിവിടെ കണ്ടത് അങ്കിളെ ഇയാളെ പറഞ്ഞോട്. പോ 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 എല്ലാ മുതലാളിമാരുടെ പിന്നിൽ നീ ഇത്ര പോ എന്റെ സിസ്റ്ററെ. പോ പോയി ചെല്ലു. ഒഴി ഇത് കഴിച്ച് നേരെ വീട്ടിൽ പോക്കോട്ടോ. പിന്നെ അവിടെ ഇവിടെ കിടന്ന് ചുറ്റി തരികയല്ലേ. ഇതുകൂടെ എടുത്തോ. അയ്യേ അതുകൊണ്ട് പൊക്കോ. ആ ജിപ്സിയുടെ ചാവി എന്നതാ. ജിപ്സിരെ ചാവി എന്ത്? ഞാൻ വീട്ടിൽ പോയിട്ട് നീ നടക്ക്. ഓ ജിപ്സിൽ കൊണ്ടുപോകാൻ പറ്റും. നീ പോണ നിനക്ക് മനസ്സിലായിട്ട്. ഓ എന്തൊരു ഗതികേടാ ദൈവമേ. ഭക്ഷണം തണുത്ത് കാണും, വന്ന് കഴിക്കുന്നില്ലേ? അതെ നിങ്ങൾ പോയി കഴിച്ച് കിടന്ന് ഉറങ്ങ്. നമുക്കിത് ഫിനിഷ് ചെയ്യാം. എന്താ ഇന്ദുലേഹ ഇതുവരെ കിടന്നില്ലേ? ശരിക്ക് പറഞ്ഞ ഇന്ദുലേഹ ഒരു കഥാപാത്രം മാത്രമാകുന്നു. എന്നാൽ ഇവിടെ കഥാപാത്രം ജീവിക്കുന്നു. ഇന്ദുലേഹയ്ക്ക് എന്താണ് പ്രശ്നം? നല്ല തണുത്ത കാലാവസ്ഥ, എ ക്ലാസ് ബെഡ്, ഹീറ്റർ, പോരെങ്കിൽ സമയം പാതിരായുമായി. കിടന്നുറങ്ങായിരുന്നില്ലേ? കുടിച്ചല്ലേ? പിന്നെ നീ അവിടെ ഇരിക്കുമ്പോഴല്ലേ ഞാൻ കുടിച്ചത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത്രയും നേരം കുടിക്കായിരുന്നില്ലേ? അത് കറക്റ്റ്. നീ ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്ന കാര്യം ഞാൻ ഓർത്തില്ല. വാ കിടക്കാം. പകുതി രാത്രി വേസ്റ്റാ. വാ. വേണ്ട. അല്ല എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ കുടിച്ചു. അതൊരു ഹിമാലയൻ പ്രോബ്ലം ഒന്നും അല്ലല്ലോ. കുടിയന്മാരായ എത്രയോ പേര് സസുഖം കുടുംബസമേതം വാഴുന്നു. എന്നിട്ട് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ലൈനിൽ ഒരു ലേശം മദ്യപിച്ച എന്നോട് എന്തിനായി പരിഭവം? ലേശമൊന്നുമല്ല. എന്നാ നിറയെ കുടിച്ചു, സമ്മതിച്ചു. കല്യാണം കഴിച്ചു എന്ന് വെച്ച് കുടിക്കില്ല, വ്യഭിചരിക്കില്ല എന്നൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. ഇതെന്റെ പേഴ്സണൽ മാറ്റർ ആണ്, അതിലിടപെടരുത്. ബാക്കിയുള്ളവർക്കുണ്ട് പേഴ്സണൽ മാറ്റേഴ്സ്. ഉണ്ട്, അത് നീ പറയേണ്ട കാര്യമില്ല. ഞാൻ ദിവസം കാണുന്നതല്ലേ. കോഴിയെ വെട്ടിയ പ്രശ്നം, ആരാണ്ടൊരു കള്ളക്കഥ പറഞ്ഞ ഉടനെ ഒരു ബോധം കടൽ, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തലവേദന വരിക. ഞാൻ മണ്ടനൊന്നും അല്ല. ഭർത്താവായി പോയെന്ന് പറഞ്ഞ് സഹിക്കുന്നതിന് അതിരൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ എന്തിനാ പറയുന്നേ? ആവശ്യമില്ലാത്തതല്ല എടി. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്ക് മാത്രം ഒരു മൂഡ് ഔട്ട്, നിനക്ക് മാത്രം കുറെ പ്രശ്നങ്ങൾ. എന്താ നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നോ? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? തുറന്നു പറയണം ഇപ്പോ, ഈ നിമിഷം. ഉടനെ അത് പറയാൻ പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്, ഇറങ്ങ്. ഈ നിമിഷം ഇവിടുന്ന് പോണം. ബാക്കി അങ്ങ് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം. നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കേ. എന്നിട്ട് തീരുമാനിക്കാം എനിക്ക് നിന്നെ വേണോ വേണ്ടയോ എന്ന്. എനിക്കുണ്ട് ഈഗോയും പ്രശ്നങ്ങളും. നടക്ക്, വാടിക്കോട്ട്. കേറ്. ശ്രീരാമ സോറി, അങ്കിൾ ഇതിൽ ഇടപെടരുത്.
ആ